ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ രാഹുവിനെ പറ്റിയും കേതുവിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഈ 2025 മെയ് 18 രാത്രി 7:30 രാഹുവും കേതുവും മാറുകയാണ്. അപ്പം മീനൻ രാശിയിൽ നിന്നും രാഹു കുംഭത്തിലേക്കും അതേമാതിരി കേതുവാട്ടെ കന്നിയിൽ നിന്നും ചിങ്ങൻ രാശിയിലേക്ക് മാറുന്നത്. അപ്പം ഇതിന്റെ വിശദമായിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം അതിന്റെ ലിങ്ക് ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ഇതുമായിട്ട് ഒത്തിരി സ്റ്റോറി കാര്യങ്ങൾ പറയാനുള്ള ടൈമില്ല, വീഡിയോ നീണ്ടുപോകും. അപ്പം അത് കാണാൻ ആവശ്യമുള്ളവർക്ക് അപ്പം അത് കണ്ടു കഴിഞ്ഞാൽ, കാരണം ഇതൊരു പാപഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി വിശദമായിട്ട് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ട ഒരു ഗ്രഹമാണ്. അപ്പം അതിന്റെ ഈ രാഹുവിന്റെ കേതുവിന്റെ ഉത്ഭവം മുതലുള്ള കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. അധികം ഇല്ല, എനിക്ക് 10 മിനിറ്റ് അങ്ങനെ കാണുള്ളൂ വീഡിയോ, എന്നാലും പറയുമായിരുന്നു. അപ്പം ഈ പാലാഴി മദനം നടത്തി അമൃതെടുത്ത് കഴിഞ്ഞ് സഖിയൻ അമൃത് മോഷ്ടിച്ചിട്ട് കൊണ്ടുവന്നു. അപ്പം അമൃത് മോഷ്ടിക്കുന്ന കണ്ട് സൂര്യനും ചന്ദ്രനും വിളിച്ചു പറയുന്നു, ദാ അസുരൻ എന്ന് വിളിച്ചു പറഞ്ഞ്. അപ്പം ഇത് കേട്ട മഹാവിഷ്ണു തന്റെ ചക്രായുധം സഖിയന്റെ ശിരസ് അറക്കുന്നു. അങ്ങനെ ഈ സഖിയൻ രണ്ടായിട്ട് പിളരുന്നു. അപ്പം രണ്ടായിട്ട് പിളർന്നപ്പം ഈ സഖിയൻ മരിച്ചില്ല. കാരണം കുറച്ച് അമൃതെടുത്ത് കഴിച്ചത് കൊണ്ട് മരിച്ചില്ല. അപ്പം ആ ബോഡി രണ്ടായിട്ട് തലയില്ലാത്ത ഒരു ഉടലും അങ്ങനെ ഈ രണ്ട് ബോഡി രാഹുവായിട്ടും കേതുവായിട്ടും രൂപാന്തരപ്പെടുകയാണ്. അപ്പം ഒന്നതിൽ രാഹു, മറ്റേത് കേതു. അപ്പം അന്ന് മുതലുള്ള ഈ സൂര്യനും ചന്ദ്രനുമാണല്ലോ വിളിച്ചു പറഞ്ഞത്. അപ്പോൾ അന്ന് മുതലുള്ള തുടങ്ങിയാണ് ഈ രാഹുവിനും കേതുവിനും ഈ സൂര്യനോടും ചന്ദ്രനോടുമുള്ള ദ്രോഹിക്കാനുള്ള തുടങ്ങിയത്. കാരണം എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഈ രാഹുവും കേതുവും സൂര്യനെയും ചന്ദ്രനെയും ദ്രോഹിക്കും. അപ്പം ഈ ജാതകപ്രകാരം നമ്മൾ ജാതകം നോക്കുമ്പോൾ ഈ സൂര്യനും ചന്ദ്രനും എന്ന് പറഞ്ഞാൽ സൂര്യനെ എപ്പോഴും അച്ഛനായിട്ടും ചന്ദ്രനെ എപ്പോഴും അമ്മയായിട്ടുമാണ് കണക്കാക്കുന്നത്. ഈ രാഹുവും കേതുവും എന്ന് പറഞ്ഞാൽ തമോഗ്രഹങ്ങളാണ്. ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ രൂപം പാവമൊന്നുമില്ല. കാരണം സൂര്യന് ചന്ദ്രന് ബാക്കിയെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നതാണ്. പക്ഷെ ഈ ഗ്രഹങ്ങളെ അങ്ങനെ നോക്കിയാൽ കാണാൻ പറ്റിയല്ല. ഇത് എപ്പോഴും 180 ഡിഗ്രി ഓപ്പോസിറ്റ് ആയിട്ടാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. രാഹു ഒരിടത്താണ്, കേതു ഏകദേശം 180 ഡിഗ്രി ഓപ്പോസിറ്റ് ആയിട്ട്. ഈ രാഹു കുംഭൻ രാശിയിലേക്കാണല്ലോ വരുന്നത്. അത് ഡിഫോൾട്ടായിട്ട് ശനിയുടെ ഗ്രഹമാണ്. പക്ഷെ ശനിയും രാഹു ഈക്വലാണ്, സമന്മാരാണ്. അതുകൊണ്ട് അവരെ അഫക്റ്റ് ചെയ്യില്ല. അതേസമയം കേതുവാകട്ടെ ശത്രുവിന്റെ അടുത്തേക്കാണ് പോകുന്നത്. കാരണം സൂര്യന്റെ കള്ളിയിലോട്ടാണ് പോകുന്നത്. സൂര്യൻ ഓൾറെഡി ശത്രുവാണല്ലോ. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ രാഹുവിന്റെ മിത്രങ്ങൾ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം മിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുധനും ശുക്രനും രാഹുവിന്റെ മിത്രങ്ങളാണ്. അതുപോലെ സമന്മാരാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൊവ്വ എന്നുള്ള കുജന് അല്ല ചൊവ്വ, അത് സമന്മാരാണ്. അതേസമയം കേതുവിന്റെ മിത്രങ്ങൾ ആരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ശനിയും ശുക്രനും ബുധനും മിത്രങ്ങളാണ്. എന്നാൽ കുജൻ സമന്മാരാണ്. കുജൻ എന്നുള്ള ചൊവ്വ ആണ്. അപ്പോൾ രാഹു ഇപ്പം നോക്കുമ്പോൾ ആരെയൊക്കെ എങ്ങനെ പ്രശ്നമെന്ന് വെച്ചാൽ, രാഹു എവിടെ നിൽക്കുന്നു കഴിഞ്ഞാൽ ഓരോ ആൾക്കാർക്ക് ലഗ്നത്തിൽ നിൽക്കുന്ന ഒരാളെ ലഗ്നം വെച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 3, 6, 10, 11 ഈ സ്ഥാനത്ത് നിന്നാൽ നല്ലതാണ്. അതേപോലെ രാഹുവിന് 7-ലോട്ടും 5-ലോട്ടും ഒരു നോട്ടമുണ്ട്. അപ്പൊ 7-ലും 5-ലും നിൽക്കുന്ന ആൾക്കാർക്ക് അത്ര നല്ലതല്ല. അവിടെ നിൽക്കുന്ന ഗ്രഹങ്ങൾ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ദ്രോഹിക്കും. പക്ഷെ ഇത് ഫ്രണ്ടാണോ, അടുത്ത മീൻസ് ഇപ്പൊ മേടി പറഞ്ഞ പോലെ ശത്രുവാണോ മിത്രമാണോ നോക്കണം. അതിനനുസരിച്ച് നമുക്ക് ഓരോ ഗ്രഹനില അനുസരിച്ച് വ്യത്യാസം വന്നിരിക്കും. എന്നാൽ കേതുവിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ 3, 6, 11 എന്നീ ഭാവത്തിൽ നല്ലതാണ്. അതേപോലെ കേതുവിന് 5-ലേക്കും 7-ലേക്കുമുള്ള ഈ പറഞ്ഞ മാതിരി ദൃഷ്ടിയുണ്ട്. അപ്പൊ അത് അങ്ങനെ അവിടുത്തെ ഗ്രഹങ്ങൾ അനുകൂലമായിട്ടല്ലാത്ത ഗ്രഹങ്ങളുണ്ട്, അതിനെ ദ്രോഹിക്കുകയാണ്. അപ്പം ഈ രാഹുവും കേതുവും രണ്ടും ഒരു പാപഗ്രഹമാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ സൗരയൂഹത്തിലുള്ള ബാക്കിയുള്ള ഗ്രഹങ്ങളെക്കാട്ടിലും വളരെ ദോഷം ചെയ്യുന്നതാണ് ഈ രാഹുവും കേതുവും. ശനിയെ പോലും വെല്ലുന്നതായിട്ടുള്ള ഒരിതാണ്. അപ്പം ഇത് ഓരോ രാശിക്കാരുടെ അടുത്ത് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ ഗുണമുണ്ട്, ദോഷമുണ്ടോ എന്ന് ചോദിച്ചാൽ ദോഷമുണ്ട്. എന്നാൽ ഗുണത്തെക്കാട്ടിലും കൂടുതൽ ഈ രാഹുവും കേതുവും ദോഷം ചെയ്യുന്നതാണ്. അപ്പം ഈ 9 ഗ്രഹങ്ങളിലെ ഏറ്റവും ആകർഷണമായിട്ടുള്ളതും ഈ രാഹുവും കേതുവാണ്. ഇപ്പൊ ഇതേപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാസ പോലും ഇതേപ്പറ്റി കാര്യങ്ങളൊന്നും പ്രതിപാദിക്കുന്നില്ല. നിങ്ങൾ ആരെങ്കിലും ഗൂഗിളിലൊക്കെ ഒന്ന് അടിച്ചിട്ട് സെർച്ച് ചെയ്യുക. കാരണം ഇതേപ്പറ്റി ഇത്ര ഒരു സംഭവം ഉണ്ട്, ഇതിനെപ്പറ്റി അല്ല ഗ്രഹണത്തെ പറ്റി എന്തായാലും ഈ രാഹുവിനെ ഇതിനെ പറ്റി കാണാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞ് പ്രതിപാദിക്കുന്നില്ല. പക്ഷെന്ന് വരില്ല
ഇന്ത്യയെ നോക്കി 10,000 വർഷത്തിന് മുമ്പ് ഈ ഇന്ത്യക്കാർക്കറിയാം ഇങ്ങനെ ഗ്രഹം ഉണ്ടെന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ തമോ ഗ്രഹം ഉണ്ടെന്നും ഇങ്ങനെ കാര്യങ്ങൾ നടക്കുന്നെന്നും ഓരോ പ്രാവശ്യം ഇങ്ങനെ കറങ്ങി സൂര്യനെ മറക്കുന്നു ചന്ദ്രനെ മറക്കുന്നു ഇവിടെ ഗ്രഹണം നടക്കുന്നെന്നും അപ്പം എല്ലാം അറിയാം. ഈ നാസ എന്താ എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം നിങ്ങൾ ആരെങ്കിലും ഒന്ന് ചെക്ക് ചെയ്തിട്ട് നോക്കിയിട്ട് എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക. അതേമാതിരി ഇതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതുമായിട്ട് രാഹുവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ രാഹു അതേമാതിരി രാഹു സഞ്ചരിക്കുന്നത് രാഹു സഞ്ചരിക്കുന്ന 1.5 വർഷമാണ് രാഹുവും കേതുവും ഒരു രാശിയിൽ നിൽക്കുന്നത്. അത് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. കാരണം പല ഗ്രഹങ്ങളും സ്പീഡിൽ പോകുന്നു. ഇപ്പോൾ ചന്ദ്രനാണ് 2.25 മണിക്കൂർ, പിന്നെ ബാക്കിയുള്ള സൂര്യനാണ് 1 മാസം, അങ്ങനെ. ഇപ്പോൾ ശനിയാണ് ഏറ്റവും കൂടുതൽ പോകുന്നത് 2.5 വർഷം. അത് കഴിഞ്ഞിപ്പോൾ ഈ രാഹുവും കേതുവും നോക്കിക്കഴിഞ്ഞാൽ 1.5 വർഷം. ഈ ഒരു ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ 1.5 വർഷത്തെ തന്നെ നിങ്ങൾക്ക് ആ ഒരു പീരീഡ്സിൽ ഈ പറയുന്നതായിട്ടുള്ള ബന്ധപ്പെട്ടിരിക്കും കാര്യങ്ങൾ അനുകൂലമോ പ്രതികൂലമായിട്ടൊന്ന് വെച്ചാൽ അത് 1.5 വർഷം കാണും. അപ്പം രാഹു എന്ന് പറഞ്ഞാൽ മായാലോകമാണ്, മായിക പ്രപഞ്ചമാണ്. അപ്പം മായികമായിട്ടുള്ള പ്രണയത്തിലകപ്പെടാനുള്ള സാധ്യത, അതേമാതിരി ലോൺ എടുത്തിട്ട് ആർഭാടം കാണിക്കാനുള്ള സാധ്യത, ചില ആൾക്കാർ ലഹരി വസ്തുക്കളുടെ അമിതമായിട്ട് ഉപയോഗം, അവിഹിത ബന്ധത്തിലേർപ്പെടുക, അങ്ങനെ അതേമാതിരി വിദേശയാത്ര പോകുന്നവർക്ക് വിദേശയാത്ര പോകാൻ അനുകൂലമായിട്ടുള്ള അത് പോസിറ്റീവായിട്ടുള്ള ഗ്രഹങ്ങൾ വയ്ക്കുന്ന നിലയിൽ വിദേശയാത്ര പോകാൻ അനുകൂലമായിട്ടുള്ളത്, അന്യഭാഷ സംസാരം, അന്യഭാഷ പഠിക്കാനുള്ളത്, അങ്ങനെയൊക്കെ ഈ രാഹുവാണ്. അതേമാതിരി ലഹരി വസ്തുക്കളുടെ അമിതമായിട്ടുള്ള ഉപയോഗം, അത് കെമിക്കലാണ്. പിന്നെ അവിഹിതമായിട്ടുള്ള ബന്ധം, ചില പുരുഷന്മാർ അന്യ സ്ത്രീകളുമായിട്ടും അന്യ സ്ത്രീകൾ പുരുഷന്മാരുമായിട്ടുള്ള അവിഹിത വീഴ്ച, അങ്ങനെ ഉള്ള പല കാര്യങ്ങളും, അതുപോലെ ചൊറി ചരങ്ങ്, അങ്ങനെ പലതും രാഹു. അതേമാതിരി സിനിമ കാണാനുള്ള താല്പര്യം, ഇതെല്ലാം രാഹുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. എന്നാൽ കേതുവിൻ്റെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്രതീക്ഷിതമായിട്ട് പൊള്ളലേൽക്കുക, അതേമാതിരി വൈദ്യുതാഘാതം വെക്കുക, ഗ്യാസ് പൊട്ടിത്തെറിച്ചിട്ട് അപകടം ഉണ്ടാവുക, തീപൊള്ളലേൽക്കുക, അങ്ങനെ പലതുമാണ്. അതുപോലെ വെടിക്കെട്ട് അപകടം, മോഷണം, പിടിച്ചുപറി, പിന്നെ സ്വഭാവ വ്യതിയാനങ്ങൾ, വിഷജന്തുക്കളിൽ ഇത് അപ്രതീക്ഷിതമായിട്ട് കാടിയേക്കുക, പിന്നെ യാത്രയിൽ അപകടം, ജലയാത്രയിൽ അപകടം, അങ്ങനെ മാനസികമായിട്ട് പിരിമുറുക്കം, പിന്നെ സ്വഭാവ വ്യതിയാനങ്ങൾ, പിന്നെ രഹസ്യ സംഘടനകളുമായിട്ട് ഏതെങ്കിലും IS പോലെയുള്ള രഹസ്യ സംഘടനകളുമായിട്ടുള്ള ബന്ധം, നിഗൂഢത. പിന്നെ ഇങ്ങനെ കേതുവിനെ പറ്റി ഒരുപാട് പറയാനുണ്ട്. നിങ്ങൾക്ക് ഈ പറഞ്ഞ മാതിരി ആൾക്കാരും കേൾക്കാൻ താല്പര്യമുണ്ടെന്നതിൽ കേതുവിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, രാഹുവിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അതേപോലെ രാഹു എന്ന് പറഞ്ഞ സ്പീഡാണ്. ഏത് ഗ്രഹത്തിലാണ് രാഹു നിൽക്കുന്നത് ആ ഗ്രഹത്തിന് പോസിറ്റീവായിട്ടെടുത്ത് അത് കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ കെമിസ്ട്രി കാറ്റലിസ്റ്റ് എന്ന് പറയുന്ന സ്പീഡ് കൂട്ടി അതിനെ ഒരു നല്ല സ്പീഡാക്കിയിട്ട്, അപ്പോൾ അതേസമയം ഇപ്പോൾ ഒരു ശനി പ്ലസ് രാഹു എന്ന് പറഞ്ഞ സ്പീഡാണ്. വണ്ടി പോയിട്ട് ഇടിച്ചിട്ട് എവിടെയെങ്കിലും താഴെ വീഴാനും നെഗറ്റീവായിട്ടുള്ള അല്ലെന്നും ഒരു ആക്സിഡൻറ്റ് പറ്റാനുള്ള, അതിൻ്റെ ഗുളികനൂടെ കയറി വന്നാൽ മരിക്കാനൊക്കെ ഉള്ള അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കോമ്പിനേഷൻ ഉണ്ടാകും. അതിപ്പോൾ നീണ്ടുപോകും. എന്നാലും ഈ രാഹു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ഏതാഗ്രഹമായിട്ടാണ് അവർ ചെയ്തു തീർക്കാൻ പറ്റാത്ത ഒരു ആഗ്രഹമായിട്ടാണ് ഈ ഭൂമി ജനിക്കുന്നത്. അതേസമയം കേതു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത് തീർത്ത കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത കാര്യങ്ങൾ തീർത്തിട്ട് ഇനി ഒന്നും ചെയ്താലല്ല ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ട് ഉള്ള അങ്ങനെയുള്ള ആൾക്കാർക്കാണ് ഈ കേതു വരുന്നത്. ഇപ്പം ഈ രാഹുവും ഈ ശനിയൊക്കെ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ വിദേശ യാത്രകൾ പോകാനും വിദേശത്ത് പോയിട്ട് ഒരുപാട് പൈസ ഉണ്ടാക്കാനും ഒക്കെ ഉള്ള യോഗമുണ്ട്. അങ്ങനെ പോസിറ്റീവായിട്ടുള്ള അതും ആ രീതിയിൽ എടുക്കണം. അപ്പോൾ രാഹു എന്ന് പറഞ്ഞാൽ കർമ്മമാണ്, സ്പീഡിൽ കാര്യങ്ങൾ ചെയ്തിട്ട് ആ ഒരു ആഗ്രഹത്തിന് വേണ്ടി അമിതമായിട്ട് വർക്ക് ചെയ്തിട്ട് ഒരുപാട് പൈസ ഉണ്ടാക്കാനും അങ്ങനെയൊക്കെ ഉള്ള യോഗങ്ങളുമുണ്ട്. അപ്പോൾ രാഹു ഉള്ള ആൾക്കാർക്ക് രാഹുവിനെ നല്ല രീതിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. കാരണം രാഹു എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിനെ പോസിറ്റീവായിട്ട് എടുത്തിട്ട് ആ ഒരു ഇതിൽ പോയി കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പോൾ എന്നാൽ ഇപ്പം ഈ ഇതേസമയം കേതുവിനെ നോക്കിക്കഴിഞ്ഞാൽ കേതു എന്ന് പറഞ്ഞാൽ എല്ലാം ഒരു സപ്രസ് ചെയ്യുന്നത്, നമ്മുടെ ആഗ്രഹങ്ങളെ സപ്രസ് ചെയ്യുക. പിന്നെ അതേമാതിരി കേതു ലഗ്നത്തിൽ നിന്ന് കഴിഞ്ഞാൽ അവൻ്റെ കാര്യം കട്ടപ്പൊക്കെ ഒന്നിനോടും ജീവിതത്തിൽ ഉത്സാഹമില്ല, അങ്ങനെയൊക്കെ ഉള്ള ഒരു വേറിട്ട ജീവിതം ആയിരിക്കും. ഒരു ഉത്സാഹമില്ല, ഒന്നിനോടും പ്രത്യേകിച്ച് ആഗ്രഹങ്ങൾ കാണത്തില്ല. എന്നാൽ ഈ പറഞ്ഞ മാതിരി രാഹു ആണ് അടങ്ങാത്തതെന്ന് പറഞ്ഞാൽ അവര് എന്ത് വേണേലും ഒരു നല്ല ഉയരത്തിലായിട്ട് എത്താനുള്ള കഴിയും. ഇതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ഇത് നമ്മൾ നാള് പറയുന്നോണ്ട് നിങ്ങളും ശ്രദ്ധിച്ചോണം. കാരണം ഒരു നാളിനകത്ത് 4 പാദമുണ്ട്. അപ്പൊ അല്ലെന്ന് ഒരു രാശിയില് 9 പാദങ്ങളാണ്. അപ്പോൾ ഈ 9 പാദങ്ങളായാലും ഒരു നാള് വരുമ്പോൾ 4 പാദമായിട്ട് വ്യത്യാസപ്പെടുന്നത്. നിങ്ങളെ ലഗ്നം
എടുത്തിട്ട് നോക്കാനാണെന്നൊരു ഈസിയാണ്. ഗൂഗിളിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ലഗ്നം കിട്ടും, ഈ പാദങ്ങളും കിട്ടും, ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു നോക്കി കഴിഞ്ഞാൽ കിട്ടും. സോഫ്റ്റ്വെയറൊക്കെ ഇന്ന് അവൈലബിൾ ആണ്. ആവശ്യമുള്ളവർക്ക് ഒരു ലഗ്നവും കാര്യങ്ങളും എടുത്ത് വെച്ചിട്ട് നോക്കുന്നത് നല്ലതാണ്. അറിഞ്ഞിരിക്കുക കാര്യങ്ങൾ. ഇപ്പം ഇന്നത്തെ കാലത്ത് ഡോക്ടറെ കാണുന്നതിനെക്കാട്ടും വെരി ഇമ്പോർട്ടൻ്റ് നമ്മുടെ ലൈഫുമായിട്ട് ഒരുപാട് ബന്ധപ്പെട്ടാണ്. കാരണം ഇന്ന് തന്നെ നോക്കുക, ഈ വീഡിയോ ചെയ്യുന്ന ഒരു സമയത്ത് ഇന്ന് രാവിലെ തന്നെ ഒരു ലേഡി പറയുന്നത്, എൻ്റെ മോൻ അങ്ങ് മരിച്ചുപോയി, ആക്സിഡൻറ്റിൽ മരിച്ചുപോയി, ഭർത്താവ് അങ്ങ് മരിച്ചുപോയി, അമ്മായച്ചനും മരിച്ചുപോയി, ഞാനിനി എന്ത് ചെയ്യണമെന്ന്, ഇനി ഒരു മോൻ മാത്രമേ ബാക്കിയുള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരുപാട് എല്ലാ മനുഷ്യർക്കും അപ്രതീക്ഷിതമായിട്ടുള്ള ഒരുപാട്, കാരണം അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ എന്നോട് ചോദിച്ചതിൻ്റെ അവരുടെ വിശദമായിട്ട് കാര്യങ്ങളൊന്നും ഒന്ന് നോക്കുമോ ഇല്ലയോ എന്നുള്ള രീതിയിൽ ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത്ര പൈസ എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറയാം പൈസ ഇല്ല. എങ്ങനെ? ഓക്കെ, ഞാനപ്പോൾ അവരുടെ അത് അവർക്കില്ല. അപ്പോൾ ഞാൻ പിന്നെ ഫ്രീ ആയിട്ട് നോക്കി കൊടുത്തു. കാരണം നോക്കുക, കാരണം അവരുടെ മുൻജന്മം ഉൾപ്പെടെ നോക്കിയാലെ കാര്യങ്ങൾ എവിടെ നിന്നാണ് ഈ പ്രശ്നം വന്നേക്കുന്നത്. ചില ഫാമിലിയിലെ അമ്മയുടെ വീട്ടിൽ ക്യാൻസർ, അച്ഛൻ്റെ വീട്ടിൽ ക്യാൻസർ, അപ്രതീക്ഷിതമായിട്ടുള്ള നമുക്ക് ഇതിനകത്തുനിന്ന് ഞാനിപ്പോൾ നമ്മൾ ചെയ്യുന്ന ഇതിനകത്ത് നമുക്കെല്ലാ കാര്യങ്ങളും എന്ത് അസുഖം വരുമെന്നും അതേമാതിരി അത് ഫാമിലി ക്യാൻസർ വരുന്നതിനകത്ത് എല്ലാം. കാരണം ഇന്ത്യയിൽ തന്നെ ഇത് വളരെ വിരളമാണ്. വിരളിലല്ല ഇന്ത്യയിലെ വേൾഡിലെ കാര്യം പിന്നെ പറയണ്ട. വേൾഡിൽ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ തീരെ അറിയത്തില്ല. അതേമാതിരി ഇന്ത്യയിലായാലും പറയാമായിരുന്നു 0.01 ഈ അസ്ട്രോളജി പഠിച്ച ആൾക്കാർക്കുമായിട്ട് ഇതറിയത്തുള്ളൂ. കാരണം ഇങ്ങനെ അസുഖങ്ങൾ, ഈ ക്യാൻസർ വരുന്നത്. പിന്നെ നമ്മുടെ മെഡിക്കൽ അസ്ട്രോളജിയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതിനകത്ത് ലിങ്ക് കൊടുക്കുന്നുണ്ട്. താല്പര്യമുണ്ടെന്നൊരു ആൾക്കാർക്ക് പോയി കാണാം. കാരണം അതിനകത്ത് പലതും നമ്മുടെ ഓരോ രാശിക്കാർക്കും ഓരോ ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ള അസുഖങ്ങൾ, പിന്നെ അതിനകത്ത് ഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. വേണമെന്നൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, പോയി നോക്കാവുന്നതാണ്. അതാ പിന്നെ ഈ പറഞ്ഞപ്പോൾ ക്യാൻസറിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഓരോ അസുഖം, അപ്പോൾ നമ്മൾ ഒരു ക്യാൻസർ എന്നുള്ള ഒരു വലിയൊരു അസുഖമായിട്ട് കണ്ടുപിടിക്കൽ, അല്ലെ ഞാൻ പറയുന്നത് നെഗറ്റീവായിട്ട് കണ്ടുപിടിക്കൽ. കാരണം നോക്കെ ഇന്നത്തെ ടെക്നോളജി എല്ലാം മാറി. ക്യാൻസറൊക്കെ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സ്റ്റേജ്, ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ് ഒക്കെ എന്ന് പറഞ്ഞാൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു അസുഖം വരാൻ സാധ്യതയുണ്ട് എന്നറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതേപ്പറ്റി ശ്രദ്ധിക്കും. അപ്പോൾ അത് ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ ഒരു സാധ്യത ഉണ്ടെന്ന് തന്നെ ആൾക്കാർ വിജിലൻ്റ് ആയിരിക്കും. ഒരു ക്യാൻസറൊക്കെ വന്നു കഴിഞ്ഞാൽ 8, 10, ചിലപ്പോൾ 15 വർഷമൊക്കെ എടുക്കും അത് വെളിയിലോട്ട് വരാൻ അറിയാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ഓരോ അവയവത്തിനുണ്ടാകും, അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് പീരീഡ്സ് ഇരിക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടെന്ന രീതിയിൽ യൂട്രസുമായിട്ട് ബന്ധപ്പെട്ട ഇടപെട്ട പീരീഡ്സ് മാറി ഒരു യൂട്രസുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഇങ്ങനെ ക്യാൻസറിൻ്റെ ഒരു സാധ്യത ഉണ്ടെന്ന് വെച്ചാൽ ഉടനെ കാര്യങ്ങൾ പോയി ചെക്ക് ചെയ്യുന്ന, ചിലപ്പോൾ സെർവിക് ക്യാൻസർ വരും, യൂട്രസുമായിട്ട് ബന്ധപ്പെട്ട ക്യാൻസർ. അപ്പോൾ എന്തും നോക്ക് മനുഷ്യനാണ്. അപ്പോൾ മനുഷ്യന് പല അസുഖങ്ങളും വരും. അപ്പോൾ നമുക്കിപ്പോൾ അതിനെ നേരത്തെ തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്നും ക്യാൻസർ ഒന്നും വലിയ അസുഖമല്ല ഇന്നത്തെ കാലത്ത്. കാരണം അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് പോലും ബാധിച്ചു കഴിഞ്ഞാൽ അറിയാമല്ലോ, HIV-ക്കാട്ടിലും പേടിക്കേണ്ട ഹെപ്പറ്റൈറ്റിസ് B. കാരണം ലോകത്തിൽ ഒരുപാട് വിട്ടുമാറാത്ത അസുഖങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. മരുന്ന് കഴിച്ച് സ്റ്റിറോയിഡും മറ്റൊക്കെ കഴിച്ച് ശരീരത്തിൻ്റെ രൂപം മാറി വണ്ണവും വെച്ച്. അപ്പം ഇങ്ങനെ പലതും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ക്യാൻസറിൻ്റെ വലിയൊരു അസുഖമായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യില്ല. അപ്പോൾ അതിന് ഞാനിത് പോസിറ്റീവായിട്ട് കാണും, ചില ആൾക്കാർ നെഗറ്റീവായിട്ട് എടുക്കും. അപ്പം കാരണം ഇത് എനിക്കൊന്ന് 2 കമൻറ്റ് വന്നിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഈ ഇന്ത്യയിൽ തന്നെ വളരെ വിരളമാണ്. ആർക്കെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യണമെന്നതിൽ അപ്പോയിൻമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ 8086871463 എന്ന് പറഞ്ഞ നമ്പർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് വാട്സപ്പ് മെസ്സേജ് അയച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ വിശദമായിട്ട് ആൾക്കാർക്ക് നാളോ കാര്യങ്ങളോ എന്താണെന്ന് വെച്ചാൽ നോക്കി കൊടുക്കുന്നതാണ്. അതേമാതിരി കല്യാണമായിട്ട് ബന്ധപ്പെട്ടോ അങ്ങനെ എന്ത് സംഭവം നമ്മൾ നോക്കി കൊടുക്കുന്നതാണ്. പിന്നെ അതിൻ്റെ ഒരു ഫീസിൻ്റെ കാര്യങ്ങൾ അത് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരുന്നത്. പിന്നെ ഈ നമ്മുടെ അസ്ട്രോളജിയുടെ റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ് തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് വിശദമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും. അപ്പോൾ അത് തന്നെയല്ല നമ്മുടെ ഇവർക്കൊരു ജോബ് കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി കാര്യങ്ങൾ മിനിമം ഒരു കഴിവുള്ളവർ, പ്രത്യേകിച്ച് ലാംഗ്വേജൊക്കെ അറിയാവുന്ന ആൾക്കാർ, പ്രത്യേകിച്ച് ഹിന്ദി ഇംഗ്ലീഷൊക്കെ വശമുള്ള ആൾക്കാർക്കാണ് ഇന്ത്യ മൊത്തം, ഇന്ത്യ നല്ല വേൾഡിൽ പല ഏരിയയിൽ ഏത് രാജ്യത്തു നിന്നുമുള്ള ആൾക്കാർക്ക് ലാംഗ്വേജ് അറിയാവുന്ന ലോക്കലി തന്നെ. കാരണം നമ്മുടെ വെബ്സൈറ്റ് കാര്യങ്ങൾ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാം വരുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് വേൾഡ് വൈഡായിട്ടുള്ള ഓർഡറൊക്കെ കിട്ടും. അപ്പം മീൻസ് എൻക്വയറീസ് വരും. അപ്പം അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആർക്കെങ്കിലും ഇത് ചെയ്യാനുള്ള ക്ലാസ്സിൽ ചേരാനോ ഉള്ള താല്പര്യം ഉണ്ടെന്ന രീതിയിൽ ഇതിനകത്ത് ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് കൊടുത്ത് ചേർന്ന് കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ജോയിൻ ചെയ്യാം. അപ്പോൾ ഫീസ് കാര്യങ്ങളൊക്കെ അതിനകത്ത് പറഞ്ഞു തരുന്നത്. മിനിമം എങ്ങനെ വന്നാലും ഒരു 50,000 രൂപ വെച്ചിട്ടൊക്കെ വീട്ടിൽ ഇരുന്ന് തന്നെ വർക്ക് ഫ്രം ഹോം എന്ന മാതിരി ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങൾ ഒരു 6 മാസത്തിനകത്ത് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്ന് വരിൽ ചേരാവുന്നതാണ്. അപ്പം നമുക്ക് ഈ ഓരോ രാശിക്കാരുടെ കാര്യങ്ങളൊന്ന് നോക്കാം. മീനൻ രാശി എന്ന് പറയുമ്പോൾ പൂരിട്ടാതി, ഉത്തിട്ടാതി, രേവതി. പൂരിട്ടാതിയുടെ കാലം വന്നിട്ടുണ്ട്. പൂരിട്ടാതി കാലം, ഉത്തിട്ടാതി, രേവതി. ഇത്രയാണ് മീനൻ രാശി. അപ്പം മീനൻ രാശിയിലെ പൂരിട്ടാതി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വ്യാഴം ഇവരെ കൺട്രോൾ ചെയ്യുന്ന ഗ്രഹം. അതുപോലെ സൂര്യകർമ്മയാണ്. ഉത്തിട്ടാതിയാണ് ശനിയാണ് ഇവരെ കൺട്രോൾ ചെയ്യുന്നത്. ചന്ദ്രകർമ്മയിൽപ്പെട്ടതാണ്.
അതേമാതിരി രേവതിയാണ് ബുധനാണ് ഇവരെ കൺട്രോൾ ചെയ്യുന്നത്, ചൊവ്വ കർമ്മപ്പെട്ടാണ്. അപ്പോൾ ഇവർക്ക് രാഹു 12ലേക്ക് പോകുമ്പോൾ വലിയ കുഴപ്പമില്ല. പിന്നെ അത് സമാസമമായ മിഡിലായിട്ടാണ് നിൽക്കുന്നത്. പിന്നെ കേതുവാണ് 6ലേക്കാണ് വരുന്നത്. ഇത് കേതു വരുന്നതും നല്ലതുമാണ്. അപ്പം പൊതുവെ ഇവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർക്ക്, ഈ മീനൻ രാശിയിലുള്ളവർക്കും. ഈ മീനൻ രാശിയിലുള്ള ഉത്രട്ടാതി, രേവതി, പൂരട്ടാതി, കാല്. അപ്പോൾ അതാണ്. അപ്പം ഇത് വിദേശയാത്രകൾ പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വിദേശയാത്ര പോകാനുള്ള ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളാണ്. അത് പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് കൺട്രിയിലോട്ടൊക്കെ തന്നെ രാഹുവിൻ്റെ റേഡിയേഷൻ അങ്ങോട്ടുള്ള വരുന്ന, അതുകൊണ്ട് മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജോബ് നോക്കുന്ന ആൾക്കാർക്ക് ജോബ് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഭാര്യാഭർത്താക്കന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ അതേമാതിരി ചില മാനസികമായിട്ടുള്ള ഐക്യമായിട്ടുള്ള ബന്ധപ്പെട്ട ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത, ജോലിയുമായിട്ട് ബന്ധപ്പെട്ട അലച്ചിൽ കൂടുതലുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. തൊഴിലന്വേഷകർക്ക് തൊഴിൽ അന്വേഷിച്ച് അലഞ്ഞു തിരിഞ്ഞ് നടക്കാനുള്ള കുറച്ച് സാധ്യത കൂടുതലാണ്. ഇത് രാശിയുടെ ഫലം എന്ന് പറഞ്ഞാൽ ലഗ്നഫലമല്ല, രാശിഫലമാണ്. അതുകൊണ്ട് കുറച്ച് അതിനകത്ത് വ്യത്യാസപ്പെട്ടിരിക്കും. നിങ്ങളുടെ പിന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗ്യസ്ഥാനം, ധനസ്ഥാനം, കർമ്മസ്ഥാനം, ഭാഗ്യസ്ഥാനം, ധനസ്ഥാനം, കർമ്മസ്ഥാനം. അപ്പം ഇത് മാത്രം കണ്ടുപിടിച്ചാൽ തന്നെ ലൈഫിലെ വലിയൊരു സംഭവമായല്ലോ. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾ മസ്റ്റായിട്ട് കണ്ടിരിക്കണം. അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അത് കണ്ടിരുന്നാൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ, പിന്നെ നിങ്ങളുടെ ലഗ്നവും നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാം. അപ്പം അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്, അത് പോയിട്ട് കാണുക. പിന്നെ നമ്മുടെ ആസ്ട്രോളജി റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അടുത്ത മാസം. നിങ്ങൾക്ക് ആരെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് അതിൻ്റെ ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ മമ്മൂട്ടിയുടെ അതേമാതിരി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ താല്പര്യമുണ്ടെന്ന് എനിക്ക് കാണുക. അതുപോലെ രാഹു പ്രീതിക്കായിട്ട് മുരുകൻ്റെ അമ്പലത്തിൽ പോകുന്ന വളരെ നല്ലതാണ്. അതേപോലെ നാഗദന്തി പൂക്കൾ നേർച്ചയായിട്ട് സമർപ്പിക്കുന്നത് നല്ലതാണ്. പിന്നെ ഉഴുന്ന് കൊണ്ടുള്ള പലഹാരങ്ങൾ ദാനം ചെയ്യുന്നില്ല, ഉഴുന്ന് ദാനം ചെയ്യുന്നത് വളരെ അനുകൂലമായിട്ടുള്ള സംഭവമാണ് രാഹു പ്രീതിക്കായിട്ട്. അപ്പോൾ കേതുവിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ കേതു 6ലേക്ക് വരുന്നത് ഇവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. അപ്പം നിങ്ങളുടെ ശത്രുക്കളെല്ലാം നിഷ്പ്രഭരാകാനും അങ്ങനെയുള്ള ഇത്, പിന്നെ ആരോഗ്യമായിട്ട് അലട്ടിക്കൊണ്ടിരുന്ന പല പ്രശ്നത്തിൽ നിന്നും ഒരനുകൂലമായിട്ടുള്ള സാഹചര്യം ഉണ്ടാകാനും, പുതിയ അന്വേഷകർക്ക് ജോലി ലഭിക്കാനും അങ്ങനെയൊക്കെ ഉള്ള ഒരു സാഹചര്യവും, പിന്നെ വിദേശത്ത് പോകാനുള്ള ആൾക്കാർക്കാണെങ്കിൽ വിദേശത്ത് പോകാനും അങ്ങനെയുള്ള അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ്. ബാങ്ക്, ക്രെഡിറ്റ് കാർഡ് അങ്ങനെയൊക്കെ ബന്ധപ്പെട്ടിരുന്ന ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന ആൾക്കാർക്ക് അത് തിരിച്ചടയ്ക്കാൻ പറ്റുക. അങ്ങനെ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിച്ചിരിക്കുന്നവർക്ക് ആ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഒന്ന് മാറി കാര്യങ്ങളൊക്കെ ഇച്ചിരി അനുകൂലമായിട്ടുള്ള സമയമാണ്. ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് ബിസിനസ്സിൽ ഒരു ഉയർച്ച, അങ്ങനെ പൊതുവെ എല്ലാം നല്ലതാണ് ഇവർക്ക്. പിന്നെ മാർക്കറ്റിംഗ് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവർക്ക് അതിന് ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള നേരത്തെ ഉള്ള എന്തെങ്കിലും കൊടുത്തിട്ടുള്ള കൊട്ടേഷനോ കാര്യങ്ങളൊക്കെ പാസ്സായി വന്നിട്ട് അത് ഓർഡറായിട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം ഇവർക്ക് അത് തന്നെ ഇതിൻ്റെ കൂടുതലായിട്ടുള്ള ഫലം കിട്ടണമെന്നില്ല മുതിര ദാനം ചെയ്യുന്നത് നല്ലതാണ്. മുതിര അതേമാതിരി ഇതിൻ്റെ കളറ് ചുവന്നതാണ്. അപ്പം അതേമാതിരി ഇങ്ങനെ അമ്പലത്തിൽ പോകാനുള്ള അങ്ങനെയൊക്കെ ഉള്ള വിശ്വാസമുള്ള ആൾക്കാരാണെന്നിട്ട് ഗണപതിയുടെ അമ്പലത്തിൽ പോയി കഴിഞ്ഞത് ഏറ്റവും നല്ലതാണ്. വീഡിയോയുടെ കാര്യം പറഞ്ഞാൽ മറക്കേണ്ട, കമ്പൽസറി നിങ്ങൾ കണ്ടിരിക്കണം. കണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെ മാറ്റം ഉണ്ടാകും. കാരണം അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അത് കാരണം കേരളത്തിൽ തന്നെ ഇറങ്ങിയിട്ടില്ലാത്തായിട്ടുള്ള അത്ര ഇച്ചിരി ടൈം എടുത്ത് ഞാൻ ചെയ്ത ഒരു വീഡിയോ ആണ്. താല്പര്യമുണ്ടെന്ന് പോയി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.